സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് പരിചിന്തിക്കുന്ന വിഷയം സോളാർ പ്ലാന്റിൻ്റെ ഏറ്റവും നല്ല കോൺഫിഗറേഷൻ ഏതാണ് എന്നുള്ളതാണ്. ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അത് ലാഭകരമായിരിക്കണം, പ്രയോജനകരമായിരിക്കണം. ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം പ്രയോജനകരമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം കറണ്ട് പോകുമ്പോൾ അത് ഓഫായി പോകും, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സമാകും. അതുകൊണ്ട് അതിനെ പ്രയോജനകരമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രയോജനകരവുമാണ്, ലാഭകരവുമാണ്. എന്നാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓഫ് ഗ്രിഡ് കോൺഫിഗറേഷൻ ഏതാണ്? ഒരു 6 കിലോ വാട്ട് ഇൻവെർട്ടർ, 2 കിലോ വാട്ട് സോളാർ പാനൽ, അതുപോലെ 80AH72 വോൾട്ട് ലിഥിയം ബാറ്ററി, ഇങ്ങനെയുള്ളൊരു കോൺഫിഗറേഷനാണ് കൂടുതൽ ചിന്തിച്ച് ആലോചിച്ച് എടുക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിന് ഏകദേശം 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ കോസ്റ്റ് വരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു വീട്ടിലെ എയർ കണ്ടീഷണർ ഉൾപ്പെടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇതിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു ദിവസം പാനലിൽ നിന്ന് ശരാശരി 7 യൂണിറ്റ് വൈദ്യുതി ലഭിക്കും. അതുപോലെ തന്നെ 5 യൂണിറ്റ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാനും കഴിയും. മറ്റൊരു പ്രത്യേകത, ബാറ്ററിയും പാനലും വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ കൂടെ പഴയ ബാറ്ററിയുടെ കൂടെ പുതിയ ബാറ്ററി ആഡ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ലിഥിയം ബാറ്ററിയുടെ ഒരു പ്രത്യേകത, പഴയ ബാറ്ററിയുടെ കൂടെ പുതിയ ലിഥിയം ബാറ്ററി ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം പാനൽ വർദ്ധിപ്പിച്ചും അതുപോലെ ബാറ്ററി വർദ്ധിപ്പിച്ചും, അവർക്ക് ഒന്നിച്ചൊരു പണം മുടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പല തവണകളായിട്ട് പാനലും ബാറ്ററിയും ആഡ് ചെയ്തുകൊണ്ട് അവരുടെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാം, സോളാർ വൈദ്യുതിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ സോളാർ വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് KCB കണക്ഷൻ ഇല്ലാതെ തന്നെ ഈ സിസ്റ്റത്തിൽ ഒരു വീട് പ്രവർത്തിക്കും എന്നർത്ഥം. മറ്റ് ചില പ്രത്യേകതകളിലേക്ക് വരാം. ഓൺ ഗ്രിഡിന് KCBയുടെ റൂളുകൾ മാറുന്നതിനനുസരിച്ച് ലാഭം കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് KCBയുടെ അപ്രൂവൽ നമുക്ക് ആവശ്യമില്ല. ഇനി ഭാവിയിൽ നമുക്ക് TOD മീറ്ററുകൾ വരാം. TOD മീറ്ററുകൾ വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രധാന സംഗതി, അതിന് വൈകുന്നേരം 6 തൊട്ട് 10 മണി വരെ ഉയർന്ന ചാർജ് കൊടുക്കേണ്ടി വരും. എന്നാൽ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലാണെങ്കിൽ അത് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനാൽ TOD മീറ്ററിൻ്റെ ആ ഉയർന്ന ചാർജ് വരില്ല എന്നുള്ളതാണ്. പകൽ കറണ്ട് പോകുമ്പോൾ ഓൺ ഗ്രിഡ് ഓഫായി പോകുന്നു. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി നഷ്ടം വരുന്നു. എന്നാൽ ഓഫ് ഗ്രിഡിൽ ഇങ്ങനൊരു നഷ്ടം സംഭവിക്കില്ല. ഇനിയും ഓഫ് ഗ്രിഡിലാണെങ്കിൽ ഫിക്സഡ് ചാർജ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്കൊരിക്കലും ഫിക്സഡ് ചാർജ് കുറയ്ക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺ ഗ്രിഡ് പവർ ക്വാളിറ്റിയുള്ള വൈദ്യുതി നൽകുന്നില്ല, എന്നാൽ ഓഫ് ഗ്രിഡ് പവർ ക്വാളിറ്റിയുള്ള വൈദ്യുതി നൽകുന്നു. പവർ ക്വാളിറ്റിയുള്ള വൈദ്യുതി മൂലം നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊന്നും ചീത്തയായി പോകുന്നില്ല. എല്ലായ്പ്പോഴും മെച്ചമായ രീതിയിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കും. ഇനി വേറൊരു പ്രത്യേകത, കേരളത്തിൽ മിക്ക വർഷവും വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുന്നു. ചിലപ്പോൾ പല സ്ഥലങ്ങളിലും 5-10 ദിവസമൊക്കെ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഓഫ് ഗ്രിഡ് ആയിരിക്കും കൂടുതലും നല്ലത്. ഇനിയും ലിഥിയം ബാറ്ററിക്ക് 5 മുതൽ 10 വർഷം വരെ വാറണ്ടി അല്ലെങ്കിൽ ലൈഫ് ലഭിക്കുന്നതിനാൽ ഈ ലിഥിയം ബാറ്ററി നമുക്ക് പെട്ടെന്ന് മാറേണ്ടി വരുന്നില്ല. ലിഥിയം ബാറ്ററിക്ക് ലൈഫ് വളരെ കൂടുതലാണ്. കാരണം സാധാരണ ഒരു ബാറ്ററിക്ക് 1200 സൈക്കിളുള്ളപ്പോൾ ലിഥിയം ബാറ്ററിക്ക് 2500-3000 സൈക്കിളൊക്കെ നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ലാഭകരവും പ്രയോജനകരവുമായിട്ടുള്ളത് ഓഫ് ഗ്രിഡാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോൺഫിഗറേഷൻ വീടിന് മൊത്തത്തിൽ കണക്ട് ചെയ്യാവുന്നതിനാൽ നല്ലൊരു പ്രയോജനമുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ട്രെയിനിങ് അക്കാദമി സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സോളാർ പരിശീലനം കൊടുക്കുന്നു. ആളുകൾക്ക് പ്രയോജനപ്രദവും ഏറ്റവും സോളാർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതിൻ്റെ കാര്യങ്ങളും പൊതുവായ നിർദ്ദേശങ്ങളും നൽകുന്നു. നിങ്ങൾ ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചതിന് നന്ദി പറയുന്നു.